അപ്പസ്തോല പ്രവർത്തനങ്ങൾ 7-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ പ്രതിവചിച്ചു, സഹോദരന്മാരെ, പിതാക്കന്മാരെ, കേട്ടുകൊള്ളുവിൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ താമസിക്കുന്നതിനു മുൻപ് മെസ്സൊപ്പൊട്ടാമിയയിലായിരിക്കുമ്പോൾ മഹത്വത്തിന്റെ ദൈവം അവന് പ്രത്യക്ഷനായി. അവനോട് പറഞ്ഞു, നിന്റെ നാട്ടിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നീ പുറപ്പെട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക. അവൻ കൽദായ ദേശത്തു നിന്ന് പുറപ്പെട്ട് ഹാരാനിൽ താമസമാക്കി. പിതാവിന്റെ മരണത്തിന് ശേഷം അവിടെ നിന്ന് നിങ്ങളിപ്പോൾ വസിക്കുന്ന ഈ ദേശത്തേക്ക് ദൈവം അവനെ കൊണ്ടുവന്നു. എങ്കിലും അവിടുന്ന് അവന് ഒരവകാശവും ഒരടി സ്ഥലം പോലും കൊടുത്തില്ല. എന്നാൽ ഈ ദേശം അവനും പിൻതലമുറയ്ക്കും അവകാശമായി നൽകുമെന്ന് അവന് സന്താനമില്ലാതിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് വാഗ്ദാനം ചെയ്തു. ഓർമ്മിക്കുക, വിത്തേർബോയിലെ വിശുദ്ധ റോസിന്റെ ഓർമ്മദിനമായ ഇന്ന് ആ വിശുദ്ധയുടെ ജീവിതവും ദൈവത്തിന്റെ ഇടപെടലും നമുക്കിന്നത്തെ ചിന്താവിഷയമാക്കാം. ദാരിദ്ര്യത്തിലൂടെ ജീവിച്ചു പോന്ന മാതാപിതാക്കൾ വലിയ ദൈവഭയവും ഭക്തരുമായിരുന്നു. 1235 വിത്തേർബോയിൽ ജനിച്ച് റോസ് എന്ന പേര് സ്വീകരിച്ചു. ബാല്യത്തിൽ തന്നെ അനുപമമായ വിശുദ്ധിയുടെ ഉടമയായിരുന്നു റോസ്. 7 വയസ്സു മുതൽ അവൾ പ്രായശ്ചിത്തങ്ങൾ അനുഷ്ഠിച്ചു തുടങ്ങി. 10ാമത്തെ വയസ്സിൽ വിശുദ്ധ ഫ്രാൻസിസിന്റെ 3ാം സഭയിൽ ചേർന്നു. വിത്തേർബോയിൽ പരസ്യ പ്രായശ്ചിത്തം പ്രസംഗിക്കാൻ തുടങ്ങി. ആ കാലയളവിൽ മാർപ്പാപ്പയോട് എതിർത്തു നിൽക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ടായിരുന്നു. ആ ജനം മാർപ്പാപ്പയോട് അനുഭാവം പുലർത്തണമെന്നും ജർമ്മനിയിലെ ഫെഡറിക് 2ാമൻ ചക്രവർത്തിയെ എതിർക്കാനും റോസ് ഉദ്ബോധിപ്പിച്ചു. അവളുടെ സ്വാധീനം വളരെയധികം വളർന്നു വന്നപ്പോൾ ചക്രവർത്തി അവളെയും കുടുംബത്തെയും നാടുകടത്തി. എന്നാൽ ആ നാട്ടിലും ചുറ്റുപാടുമുള്ള പട്ടണങ്ങളിലും പോയി അവൾ ജനങ്ങളോട് പ്രസംഗിക്കുവാൻ തുടങ്ങി. ഫെഡറിക് ചക്രവർത്തി ഇന്ന ദിവസം മരിക്കുമെന്ന് പോലും അവൾ പ്രവചിച്ചിരുന്നു. അവൾ പറഞ്ഞ ദിവസം ചക്രവർത്തി മരണപ്പെട്ടു. വിത്തോർക്കിയാനോ എന്ന ഗ്രാമത്തിൽ ഒരു മന്ത്രവാദി ജനങ്ങളെ വഴിതെറ്റിക്കുന്നതായി അറിഞ്ഞ അവൾ ഒരു തീച്ചൂളയുടെ നടുവിൽ 3 മണിക്കൂർ നിന്ന് പ്രാർത്ഥിച്ചു. വഴിതെറ്റിയ ജനതകൾ മനസ്സ് തിരിഞ്ഞു വന്നു. അത്രയും സമയം തീച്ചൂളയിൽ നിന്നെങ്കിലും അല്പം പോലും പൊള്ളലേറ്റില്ല എന്ന വലിയ അത്ഭുതം നടന്നു. 1251 വിത്തേർബോ മാർപ്പാപ്പയുടെ അധികാരത്തിന് കീഴിലായി. ഉടനെ റോസ് സ്വന്തം ദേശത്തേക്ക് മടങ്ങി. അവിടെ ക്ലാരമഠത്തിൽ ചേരുന്നതിന് അനുമതി ചോദിച്ചിട്ട് അനുവദിച്ചില്ല. തന്നിമിത്തം അവൾ വിത്തേർബോ നഗരത്തിനുള്ളിൽ ഒരു കുടിലിൽ താമസിച്ചു. തന്റെ മരണശേഷം ക്ലാരമഠത്തിൽ തനിക്ക് പ്രവേശനാനുമതി ലഭിക്കുമെന്ന് റോസ് പ്രവചിച്ചു. 1252 17ാം വയസ്സിൽ റോസ് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. അവളുടെ ശരീരം ക്ലാരമഠത്തിനുള്ളിൽ സംസ്കരിക്കുവാൻ അലക്സാണ്ടർ 4ാമൻ മാർപ്പാപ്പ നിർദ്ദേശിച്ചു. വിശുദ്ധ റോസിന്റെ ശരീരം ഇന്നും അഴുകാതെ സൂക്ഷിച്ചിരിക്കുന്നു. 1457 കലിക്സ്റ്റസ് 3ാമൻ മാർപ്പാപ്പ അവളെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. 17 വർഷം മാത്രം ഭൂമിയിൽ ജീവിച്ചുള്ളൂവെങ്കിലും വലിയ പ്രതിസന്ധികൾക്ക് പരിഹാരം ആ വിശുദ്ധയിലൂടെ ദൈവം പ്രദാനം ചെയ്തു. ആ വിശുദ്ധയുടെ ഇളം പ്രായത്തിൽ തന്നെ തന്റെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവരാജ്യത്തിനു വേണ്ടി മാത്രമായിരുന്നു. നമുക്കും ആ വിശുദ്ധയുടെ വഴികൾ പിൻചെല്ലുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ഈശോയേ, എൻ്റെ ദൈവമേ, എൻ്റെ ഈശോയേ, ദിവ്യ സ്നേഹമേ, എന്നുള്ളിൽ വന്നു വാഴുവാൻ നീ മണ്ണോളം താഴ്ന്നു വന്നല്ലോ. ഈശോയേ, എൻ്റെ ദൈവമേ, എൻ്റെ ഈശോയേ, ദിവ്യ സ്നേഹമേ, എന്നുള്ളിൽ വന്നു വാഴുവാൻ നീ മണ്ണോളം താഴ്ന്നു വന്നല്ലോ.
തന്ത്രിയിൽ അങ്ങേ സ്നേഹസ്പർശം ഞാൻ അറിയുന്നു. നോവെല്ലാം എങ്ങോ മറയുന്നു. നാവിൽ നാമമുണരുന്നു. എൻ്റെ പ്രാണനങ്ങേ സ്വന്തമാകുന്നു. ഈശോയേ, എൻ്റെ ഈശോയേ, ഈശോയേ, എൻ്റെ ദൈവമേ, എൻ്റെ ഈശോയേ, ദിവ്യ സ്നേഹമേ, എന്നുള്ളിൽ വന്നു വാഴുവാൻ നീ മണ്ണോളം താഴ്ന്നു വന്നല്ലോ. ദയയോടെ ദീർഘക്ഷമയോടെ നിന്റെ സ്നേഹം ഞാൻ പങ്കുവച്ചിടാം. എളിമയോടെ ശാന്ത മനസ്സോടെ ക്രൂശിൻ ത്യാഗത്തിൽ ഞാൻ അലിഞ്ഞിടാം. അനുചിതമായി ഞാൻ പെരുമാറില്ല. സ്വാർത്ഥം ഞാൻ അന്വേഷിക്കില്ല. എന്നിൽ നിത്യം വാഴും ദൈവം നീയല്ലോ. ഈശോയേ, എൻ്റെ ഈശോയേ, ഈശോയേ, എൻ്റെ ദൈവമേ, എൻ്റെ ഈശോയേ, ദിവ്യ സ്നേഹമേ, എന്നുള്ളിൽ വന്നു വാഴുവാൻ നീ മണ്ണോളം താഴ്ന്നു വന്നല്ലോ. ഈശോയേ, എൻ്റെ ദൈവമേ, എൻ്റെ ഈശോയേ,